അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞാനും ഹസ്ബൻഡും നേരത്തെ എണീറ്റിട്ടുണ്ടായി. ബിക്കോസ് ഞങ്ങൾ ഇന്നലെ രാത്രിയാണല്ലോ എത്തിയത്. ബാക്കി കാഴ്ചകളൊന്നും അവിടുത്തെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഒരു കോമ്പൗണ്ടിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഇതുവഴി പോയി അതുവഴി വരുന്ന വീഡിയോ ഒന്ന് എടുത്തുതരുമെന്ന് ഹസ്ബൻഡ്. അതിനെന്താ, സേതുമാധവന്റെ മുത്തച്ഛനല്ലേ? എന്തായാലും ഈ ഒരു സ്ഥലവും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റിയില്ലെങ്കിലും ഇവരുടെ ഒരു കോമ്പൗണ്ടും ഇവിടെയുള്ള ഓരോ ഭാഗങ്ങളും ചുറ്റി നടക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റിക്കറങ്ങി കാണാൻ നമ്മൾ കുറച്ച് സമയം എന്തായാലും മാറ്റി വെച്ചേക്കണം. രാവിലത്തെ ഈ മഞ്ഞൊരു തണുത്ത കാറ്റും കൊണ്ടൊരു പാട്ട് പാടാന്ന് വിചാരിച്ചതാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ ഊട്ടീനെയും നമ്മൾ താമസിക്കുന്ന റിസോർട്ടിനൊക്കെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇങ്ങനെ പല ഡിസൈനുള്ള ചെടികളും പൂക്കളൊക്കെ തന്നെയാണ്. ഓരോ മുക്കിലും മൂലയിലും വളരുന്ന ചെടികളുടെയും പൂക്കളുടെയൊക്കെ ഒരു ഭംഗി എന്ത് രസമാണ്. അങ്ങനെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മക്കൾ എണീറ്റിട്ട് വിളിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് നേരെ മക്കളുടെ അടുത്ത് പോയി അവരെയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റുള്ള ഓരോ ഭക്ഷണ സാധനങ്ങളും. ഇഡ്ഡലി തന്നെ പല വെറൈറ്റി ഓഫ് ഇഡ്ഡലീസ് ഉണ്ടായിരുന്നത്. ദോശയാണെങ്കിലും ഓംലേറ്റ് ആണെങ്കിലൊക്കെ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ലൈവ് പ്രിപ്പയർ ചെയ്ത് തരിക ചെയ്തത്. പിന്നെ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയ സ്ഥലങ്ങൾ കുറച്ചൊക്കെ അവർക്കും കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ മക്കളെയും കൂട്ടിയിട്ട് അവരുടെ കിഡ്സ് പ്ലേ ഏരിയയിൽ പോയിട്ടുണ്ടായി. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ടോയ് ട്രെയിനിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയിരുന്നു. പക്ഷെ അത് എവിടെ ചെന്നാലാണ് കാണാൻ പറ്റുമെന്ന് ഞാൻ 1-2 സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു. പക്ഷേ സൗണ്ട് നല്ല നിയർ ബൈ ആണ്, പക്ഷെ കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ പോകുമ്പോഴേ നമ്മുടെ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു റെയിൽവേ ട്രാക്ക്. അങ്ങനെ നേരെ ഊട്ടി ലേക്കിലേക്ക് വിട്ടു. അവിടെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ജസ്റ്റ് പോയി കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്തു. അതിൻ്റെ ഊട്ടി ലേക്കിന് അകത്തത്തെ ഒരു ട്രെയിനാണ് ഈ ട്രെയിന്. അതിനകത്ത് നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ കുട്ടികളുടെ കുറച്ച് കളിക്കുന്ന ഏരിയാസ് കാര്യങ്ങളുണ്ടായിരുന്നു, അവിടെ എല്ലാം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഉച്ചയിലത്തെ ഭക്ഷണവും കഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്. അങ്ങനെ ഉച്ചയിലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് റോസ് ഗാർഡൻ ആയിരുന്നു. ഇപ്പം അത്ര സീസൺ അല്ലാത്തതുകൊണ്ട് അത്ര പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല ആ സമയത്ത് ചെറിയൊരു ഡ്രിസ്ലിങ്ങും കോടമഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നേരെ ബൊട്ടാണിക്കൽ ഗാർഡൻ വിട്ടു. അവിടെ നിന്ന് ഒരു 5 മണിയാകുമ്പോഴത്തേനും നമ്മൾ ഇറങ്ങി. അപ്പോഴത്തേനും കുട്ടികളൊക്കെ കുറച്ച് ടയേർഡായിട്ടുണ്ടായി കുറേ നടന്നത് കൊണ്ട്. തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് പിന്നെ അവിടെ ആയിരുന്നു അവരുടെ ബാക്കി കളികളൊക്കെ. പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് പോയി.